എന്നാൽ മലക്കും ജിന്നും എന്ന സൃഷ്ടികൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ ഉള്ളവരാണ്, ഈ വ്യവസ്ഥക്കുള്ളിലുള്ളവരാണ്. അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ച് അവർ അഭൗതികമെന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന അഭൗതികത്തെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ജിന്നും മലക്കും എന്തല്ല, അഭൗതികമല്ല. അവരുടെ ലോകത്ത് അവർക്ക് എന്തില്ല, അഭൗതികത ഒന്നുമില്ല. ഞാൻ എന്നെ കാണുന്ന പോലെയാണ് ഒരു ജിന്ന് മറ്റൊരു ജിന്നെ കാണുന്നത്, ഒരു മലക്ക് മറ്റൊരു മലക്കിനെ കാണുന്നത് നമ്മൾ തമ്മിൽ കാണുന്ന പോലെയാണ്, നമ്മൾ തമ്മിൽ ഇടപാടുന്ന പോലെയാണ്. ഇതുപോലെയല്ല മനുഷ്യനും ജിന്നും മലക്കും. മറിച്ച് അവർ നമ്മുടെ ഈ ആലമുൽ ഷഹാദയിലേക്ക് വരുന്നു, പോകുന്നു, നമ്മുടെ ജീവിതവുമായി ഇടപഴകുന്നു എന്നുള്ളത് നമുക്ക് വഹയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു എന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ വിശ്വസിക്കുമോ? കാരണം ഒരിക്കലും പഞ്ചേന്ദ്രിയ വ്യവസ്ഥകൾ കൊണ്ടോ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടോ അവരെ നമുക്ക് കണ്ടെത്താനോ അവരെ സാന്നിധ്യം മനസ്സിലാക്കാനോ ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. കാരണം എന്താ? ഇന്നഹു യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. നിങ്ങളെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഒരിക്കലും അവരെ കാണാൻ കഴിയില്ല. കണ്ടോ? വ്യക്തമായത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ളൊരു കാര്യമായതുകൊണ്ട് അവരോടുള്ള ചോദ്യം, അവരുമായുള്ള ഇടപാടുകൾ, അവരുമായുള്ള സഹായ അഭ്യർത്ഥന, അത് കഴിവിൽപ്പെട്ടതായാലും കഴിവിൽപ്പെടാത്തതായാലും അത് മുത്തലക്കൻ ഷിർക്കാണ്. പക്ഷെ അത് ഇവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ, മനസ്സിലായിട്ട് ഇനി പിന്നെ അത് ഉരുണ്ട് കളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണോ വാദത്തെ നടത്താൻ വേണ്ടി നമുക്കറിയില്ല. അല്ലാഹു അലം. ഷിർക്കിന്റെ മാനദണ്ഡങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്ന് അത് ജിന്നുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്താണത്? ഒന്ന്, ഒരു കാര്യം പ്രാർത്ഥനയായി തീരുന്നത് ഗായിബിനോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് പ്രാർത്ഥനയാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം സൃഷ്ടിയോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ ജീവനില്ലാത്ത മയ്യത്തിനോടൊരു കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. ഇതിൽ ഗായിബ് എന്ന ഇനത്തിൽ വരുന്നതാണ് പൊതുവെ ജിന്നുകൾ. ജിന്നുകൾ ആലമുൻ ഗൈബിയിൽപ്പെട്ടതാണ്. അവർ അദൃശ്യ ലോകത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരോട് സഹായം തേടുക എന്നുള്ളത് ഷിർക്ക് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും. അപ്പോൾ അത് വലിയ അബദ്ധമാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്. ആ വ്യത്യാസം താങ്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ താങ്കൾ ഇത്രയും കിതാബ് പഠിച്ചിട്ട് ആലമു ഷഹാദയും ആലമുൽ ഗൈബും താങ്കൾക്ക് മനസ്സിലാകാതെ പോയത് കൊണ്ടാണ് താങ്കൾ ജിന്ന് അഭൗതികമാണ് എന്ന് കേന്ദ്രം പറയുന്നു, അഭൗതികം അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പൊട്ടത്തരാണ്. ഈ പ്രപഞ്ചാതീതൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥക്ക് അപ്പുറത്തായാൽ അള്ളാഹു, ആ അപ്പുറത്തേക്ക് ഒരിക്കലും ഒരു മലക്കിനോ ജിന്നിനോ പോകാൻ പറ്റുമോ? ഇല്ല. മലക്കും ജിന്നൊക്കെ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥക്കുള്ളിലാണ്. പക്ഷെ മനുഷ്യനെ തൊട്ട് അവരെന്താണ്? ഒരു മറക്ക് അപ്പുറത്താണ്. ആ മറ എന്ന് പറയുന്നത് ഒരിക്കലും ഭേദിച്ച് നമുക്ക് പഞ്ചേന്ദ്ര വ്യവസ്ഥകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ അത് കടന്നു പോകണമെങ്കിൽ കറാമത്ത് മുഅ്ജിസത്ത് എന്ന് പറയുന്ന 2 സംവിധാനങ്ങളുണ്ടാവണം. ആ സംവിധാനം എന്തല്ല? കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ളതല്ല. ഖുദ്റത്തുൽ തഅസീറാത്ത് എന്ന് പറയും, പ്രാപഞ്ചിക പ്രതിഭാസത്തിന് അപ്പുറത്തുള്ളതാണ്. അപ്പോൾ പ്രാപഞ്ചിക പ്രതിഭാസം എന്ന് പറഞ്ഞാൽ എന്തായി? മനുഷ്യൻ്റെ പഞ്ചേന്ദ്ര വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ളതാണ്. ആ അപ്പുറത്തുള്ള വ്യവസ്ഥയിലൂടെ അമ്പിയാക്കളിലൂടെയും ഔലിയാക്കളിലൂടെയും ഒരു സംഭവം നടന്നാൽ അതൊരിക്കലും സാധാരണ നമ്മുടെ ജീവിത വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? തെളിവാക്കാൻ പറ്റില്ല. അതാണ് സമസ്തക്കാർക്ക് സംഭവിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് അത് ആ അവസ്ഥയിലാണ് ഇവിടെ നമ്മളും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആരും അള്ളാനെ പോലെ ജിന്നിന് മലക്കിനാക്കി എന്ന് സമസ്തക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന അതേപോലെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ കലാമിലോ റസൂലിൻ്റെ സുന്നത്തിലോ ജിന്നുകൾ നമ്മുടെ ശബ്ദം കേൾക്കുമെന്നോ ജിന്നുകൾ നമ്മുടെ ഇടയിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നു വിശ്വസിച്ചാൽ എന്തല്ല? ഷിർക്കല്ല. അവർക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ നമ്മളെ സഹായിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്നൊന്നും വിശ്വസിച്ചാൽ എന്തല്ല? ഷിർക്കല്ല, ഒരിക്കലും ഷിർക്കല്ല. എന്തുകൊണ്ട്? അത് വഹയിലൂടെ റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് ബോധ്യപ്പെട്ടത് വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് കൊണ്ടാണോ? അല്ല. അപ്പോൾ വഹയിനെ അവലംബിക്കുകയാണ്. ആലമുൽ ഗൈബിലെ ഇൽമിനെ വഹയിലൂടെ അല്ലാതെ മനസ്സിലാക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട് വഹയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ് അത് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അതേ ഒരു മനുഷ്യൻ ഇവിടെ ജിന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ജിന്നിനോട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സിംഹാസനം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്ന് സമസ്തക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പോലെ പ്രസൻ്റായ ജിന്നിനോട് നിങ്ങൾ പോയിട്ട് ജർമ്മനിയിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് എനിക്കൊരു മരുന്ന് കൊണ്ടുവന്ന് തരൂ എന്ന് ഞാൻ സഹായം തേടിയാൽ ഫൈസൽ മുസ്ലിയാരുടെ വാദപ്രകാരം എന്തായി? ഇസ്ലാമിൻ്റെ വാദപ്രകാരം എന്തായി? ഷിർക്കല്ല. എന്നാൽ ഇതുപോലെ ഫൈസൽ മുസ്ലിയാർ ഇത് മനുഷ്യനോട് ചോദിക്കുന്നൊരു കാര്യം ഷിർക്കാകാത്തതുപോലെ, ഷിർക്കല്ലെങ്കിൽ അതേ കാര്യം ജിന്നിനോട് ചോദിച്ചാലും ഷിർക്കാവൂല എന്നാണ്. മനുഷ്യനോട് ചോദിച്ചാൽ ഷിർക്കാകാത്തൊരു കാര്യം ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാവൂല. ഏത് ജിന്ന്?
എവിടെയെങ്കിലുള്ള ജിന്നല്ല, ഹാദറായ ജിന്ന് എന്നാണ് ഈ പറഞ്ഞത്. ആണെങ്കിൽ അതിനൊരു തെളിവ് അവർ തരട്ടെ, അതിനൊരു തെളിവ് അവർ തരട്ടെ. ആ തെളിവ് മുഅ്ജിസത്താണ്. മുഅ്ജിസത്തായ കഴിവ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി തന്നിട്ടില്ല. ജിന്നുകളെ കാണാനുള്ള കഴിവ് സുലൈമാൻ നബി ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജിന്നുകളെ കാണാനുള്ള കഴിവില്ല. ജിന്നുകളെ കൊണ്ട് കൽപ്പിക്കാനുള്ള കഴിവ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനുണ്ട്. അതുകൊണ്ടാണ് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റ പ്രയാസം ഉണ്ടായിട്ടും അള്ളാഹിനോട് ദുആ ചെയ്ത് തസ്തഈസുന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. മലക്കുകൾ അല്ലാഹു തആല അള്ളാഹിനോട് ഇസ്തിഗ്ഹാസ ചെയ്ത് പറക്കി കൊടുത്ത്. എന്നാൽ ഇതേ നബിക്ക് ഈ വഹിയായിട്ട് വരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രസൻറ്റുള്ള സമയത്തും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വരും ഹാദറാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജിബ്രീലിനാണ് ഏൽപ്പിച്ചാൽ പോലെ. ഒരു 500 മലക്കുകളെ ചെന്ന് കൊണ്ടിട്ട ജിബ്രീൽ ബലവാദപ്രകാരം ശിർക്കാവില്ല. അപ്പോൾ വഹിയുള്ള മുഅ്ജിസത്ത് പ്രകടമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു സംവിധാനം അനുവദിച്ചാണെങ്കിൽ നബി ചോദിക്കൂലേ, നബി കൊണ്ടുവരൂലേ? അള്ളാഹിനോട് ഇസ്തിഗ്ഹാസ ചെയ്തു. അപ്പോൾ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് മനുഷ്യരോട് ഇബാദത്താകുന്ന തേട്ടവും ഇബാദത്തല്ലാത്ത തേട്ടവും ഉണ്ട് മനുഷ്യരോട്. അതുപോലെ ജിന്നിനോട് ഇബാദത്താകുന്നൊരു തേട്ടവും വസീലത്ത് ശിർക്കാവുന്നൊരു തേട്ടവും ഒന്ന് കാണിച്ചിട്ട് ഇവർ ജിന്നുകളോടുള്ള സഹായത്തേട്ടം പൂർണ്ണമായും ഷിർക്കല്ല എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? വസീലത്തിൻ ഇല ഷിർക്ക്. അതിൻ്റെ അർത്ഥം എന്താ? അടുത്ത കാല് വെച്ചാൽ ശാശ്വതമായി നരകത്ത് പോകുന്ന പാപത്തിലേക്കാണ്. എൻ്റെ വക്കത്ത് കൊണ്ടു നിൽക്കണ ഇവർക്ക് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഷിർക്ക് അരിച്ചു വന്നു. അവസാനം വദ്ദിന് സ്വാനി ആരാധിച്ച സംഭവം ഇവർ പറയുമ്പോൾ ഇത് ഇവരെ ചെറിയിലേക്കല്ല അടിക്കുന്നത്. കാരണം എന്താ? ഒരു വസീലത്ത് ഷിർക്കിനാണല്ലോ ഇവർ സ്ഥാപിച്ചത് പ്രസ്ഥാനം. വസീലത്ത് ഷിർക്കാണ് സ്ഥാപിച്ചിട്ട് എത്ര ആയിട്ടുള്ളൂ? 2012 to 2026. ഷിർക്ക് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ എത്ര കൊല്ലം പിടിച്ചു? 100 കൊല്ലം പിടിച്ചു. അപ്പോൾ ഇത് ചിലപ്പോൾ 2100 എന്ന കലണ്ടർ തൂക്കാൻ ഭാഗ്യമില്ലെങ്കിൽ 2060 ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ഈ വസീലത്ത് ഷിർക്കുമെന്ന ആൾക്കാർ പുടുത്തം വിട്ട് പോകും. കാരണം അതാണ് ചരിത്ര വസ്തുത. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഞങ്ങളാരും തേടാൻ പറഞ്ഞിട്ടില്ല, ജിന്നുകളോട് തേടൽ ഷിർക്കാണെന്നാണ് ഞങ്ങളുടെ വാദം എന്നൊക്കെ പറഞ്ഞാൽ വസീലത്ത് ഷിർക്ക് എന്ന വാദം ഓൽക്കുണ്ടല്ലോ. പ്രസൻ്റായ ജിന്നോട് ചോദിച്ചാൽ ഷിർക്കാവൂല, വസീലത്ത് ഷിർക്കാവുള്ളൂ വാദം ഉണ്ടല്ലോ. ആ വാദത്തിൽ എത്ര ആളുകൾ ജനിച്ച് ജീവിക്കുന്നുണ്ട്?